ഹലോ എവരി വൺ. ഇന്ന് നമ്മളൊരു ലഞ്ച്, ഡിന്നർ, കുക്കിംഗ് അതൊരു മൂവി നൈറ്റൊക്കെ ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിക്കുന്നൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ഗീ റൈസും പിന്നെ ഡിന്നറിന് നമ്മൾ ചപ്പാത്തിയാണ് ആക്കുന്നത്. അപ്പോൾ ഗീ റൈസിൻ്റെ പണികളൊക്കെ തുടങ്ങി. ഇത് രാവിലെ എടുത്തതാണ്. അപ്പോൾ എൻ്റെ വേ ഓഫ് കുക്കിംഗ് ആണിത്. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ആവിലാക്കുന്നത്. പിന്നെ റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല, ഉമ്മാൻ്റെ റെസിപ്പി അത്രയേ ഉള്ളൂ. അപ്പോൾ ചോറ് ഏകദേശം റെഡിയായി. പിന്നെ കറി ബീഫ് ഓൾറെഡി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചപ്പാത്തി പണിയിലോട്ട് പോകും. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ചുട്ടെടുക്കലായി. പിന്നെ കറി ലിവർ കറിയാണ്. ചിക്കൻ്റെ കുറച്ച് പീസും കുറച്ച് ലിവറൊക്കെ ഇട്ടിട്ട് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ അമേരിക്കൻ ഗാർഡൻ്റെ ഒരു കിറ്റ് കിട്ടിയിരുന്നു. അതിലുണ്ടായ പോപ്കോൺ. അപ്പോൾ അല്ലുവിന് പോപ്കോണ് മൂവിക്ക് പോകുമ്പോൾ പോപ്കോൺ രാവിലെ കയറുമ്പോൾ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫിനുള്ള പോപ്കോണും കൊണ്ടാണ് പോയത്. പിന്നെ സെക്കൻഡ് ഹാഫ് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇറങ്ങി. പിന്നെ എല്ലാവരും തിയേറ്ററിലോട്ട് എത്താമെന്നാണ് പറഞ്ഞത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ എയർപോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ കാണാം. നാട്ടിലെ പോലെയൊന്നുമല്ല, അത്രയും സെക്യൂറും കാര്യങ്ങളും ആയതുകൊണ്ടാവാം. പിന്നെ നമ്മൾ പോയത് ജദ്ദാഫിലാണ്. അവിടെ ഒരു ഹയാത്ത് സിറ്റി സെൻറ്റർ അങ്ങനെ എന്തോ ആണ്, അറിയില്ല. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ സാധാരണ ദേറയിലും അല്ലെങ്കിൽ മിർദഫിലൊക്കെ പോവാറ്. അപ്പോൾ അവിടെ എത്തി. ഫിലിം തുടങ്ങുന്നതിൻ്റെ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് മുന്നേ തന്നെ എത്തിയത്. കുറച്ച് ആൾക്കാർ ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായേ. നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറാം. ബാക്കി ആൾക്കാർ അവിടെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ബാക്കി ഇങ്ങനെ പയ്യെ കാണാം. ഇതിപ്പോൾ ഒരു ഫ്രൈഡേ ആണ്. ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റിയത്. കാരണം കുറച്ച് തിരക്കായിരുന്നു. വീക്കെൻഡ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബിസിയാവും. ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. കഴിഞ്ഞ് തിയേറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലുവിനിപ്പോൾ ടിക്കറ്റൊന്നും വേണ്ട. പക്ഷേ ഒരു 3 years ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തൊട്ട് ടിക്കറ്റ് വേണം. പിന്നെ അവൾ ഫ്രീ ആണ് അവൾക്ക്. പിന്നെ നമ്മുടെ കസിനും വൈഫും മോനും അവരുണ്ടായിരുന്നു. പിന്നെ ഇവരെ ബാച്ചിലർ റൂമിൽ നിന്ന് അവർ ചെക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ അങ്ങനെ ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു. എല്ലാ തിയേറ്ററിലും ആളുണ്ട്. നമ്മുടെ ഇതിലാണെങ്കിലും ഏകദേശം ഫുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ഒന്നുമല്ല. അപ്പോൾ മൂവി തുടങ്ങാൻ പോവാണ്. എല്ലാവരും എത്തി. കാണാൻ പോകുന്നത് രേഖാചിത്രമാണ്. ഇതിപ്പോൾ ഹാഫ് ടൈം വരെ ഉള്ളതാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് മൂവി നല്ല ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. എനിക്ക് പേഴ്സണലി നല്ല മൂവിയാണ്. 1 time വാച്ചബിളാണ്. എന്തായാലും കാണണം. അങ്ങനെ ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ മൂവി കഴിഞ്ഞ് ഇപ്പോൾ അതാ നമ്മളെല്ലാവരും പുറത്തിറങ്ങി. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 o'clock 2 o'clock ഒക്കെ ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. ഇവരൊക്കെയാണ് നമ്മളെ കൂടെ വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് അവിടെ നിന്ന് പോയി കിസൈസിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ തട്ടുകട വൈബിൽ ഉള്ള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ആർക്കും അങ്ങനെ ഹെവി ആയിട്ട് റൈസൊന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും അപ്പം, ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അതന്നെ നമ്മൾ ഓർഡർ ചെയ്തതും. പിന്നെ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. പിള്ളേരൊക്കെ ഭയങ്കര ഓണാണ് ഈ സമയമായിട്ടും. പിന്നെ എൻ്റെ മോളൊന്നും പിന്നെ ഉറങ്ങാറേ ഇല്ല ഈ സമയത്ത്. മോർണിംഗ് 5 മണിയൊക്കെ ആവും. ഇതെന്തോ ഒരു മുല്ലപ്പന്തലോ അങ്ങനെ എന്തോ ഒരു കറിയെന്ന് പറഞ്ഞ് ഭയങ്കര സെറ്റപ്പിലൊക്കെ അവരെന്നെ ഓപ്പണാക്കി തരും, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ ഇത്രയൊക്കെ വ്ളോഗുള്ളൂ. കാരണം ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും എൻ്റെ ഓരോ ഡെയിലി ലൈഫിലും ഉണ്ടാവുക. നോർമൽ എല്ലാ ദിവസത്തെ സെയിം സാധനങ്ങൾ രാവിലെ എണീക്കുക അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. ഏകദേശം എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ പിരിയാം. ഓൾറെഡി നല്ല ലേറ്റായി, 2:30-3 മണിയോടെ അടുപ്പിച്ചൊക്കെ ആയ ടൈം. പിന്നെ ഇതിപ്പോൾ ഒരു ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ സാറ്റർഡേ ഹാഫ് ഡേ ആയിട്ടും ഫുൾ ഡേ ആയിട്ടൊക്കെ എല്ലാവർക്കും വർക്ക് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ആണ് ഇന്നത്തെ വ്ളോഗ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.
താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്.